ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, എല്ലാം ആലോചിച്ചിട്ടാണോ നീ? അതെ, നമ്മുടെ അഭിമാനത്തിനൊന്നും ഒരു വിലയുമില്ലേ സുനന്ദേച്ചി. അവർക്ക് വിലയില്ലാത്തോണ്ട് നമ്മുടെ അഭിമാനം ഇല്ലാതാവുന്നില്ലല്ലോ. ഇറങ്ങി പോകുന്നത് തന്നെ അന്തസ്. അമ്മയോടും മോളോടും ഒരാൾക്കെങ്കിലും അത് പറയാൻ പറ്റട്ടെ. മമ്മി നോക്കിക്കോ, ഇനി അവള് നമുക്കെതിരായിട്ടൊരു വാക്ക് പോലും സംസാരിക്കില്ല. അതിനുള്ള ധൈര്യം അവൾക്കുണ്ടാവില്ല. എന്റെ കൈയുടെ ചൂട് ഒരിക്കലും അവള് മറക്കാൻ പോകുന്നില്ല. മാഡം, കൃഷ്ണ പോകാൻ ഒരുങ്ങോ? അവളിനി ഇവിടെ നിൽക്കുന്നില്ലെന്നാ പറയുന്നത്. ഈ ജോലി അവൾക്ക് ഇനി താല്പര്യമില്ലെന്ന്. താല്പര്യമില്ലെന്നോ? അപ്പൊ മമ്മി കൊടുത്ത ക്യാഷോ? മാം, എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ച് കൃഷ്ണയെ പിടിച്ചു നിർത്തണം. ഇല്ലെങ്കിൽ മാമിന്റെ പ്ലാനൊക്കെ അബദ്ധത്തിലാവും. മമ്മിയെ കൊണ്ട് അവളുടെ കാല് പിടിപ്പിക്കാനാണോ സിനിച്ചേച്ചി ഉദ്ദേശിക്കുന്നത്? ഗാഥ, ഞാൻ അവളോട് സംസാരിക്കാം. തൽക്കാലം അവളിവിടെ നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമായി പോയി. ഞാനിവിടെ നിൽക്കില്ല മാഡം. എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല. മാഡത്തിന്റെ മുന്നിൽ വെച്ചാണ് മാഡത്തിന്റെ മകൾ എന്നെ തല്ലിയത്. ഒരു തെറ്റും ചെയ്യാതെ നാണം കെടാനും തല്ലി കൊള്ളാനും എനിക്കിനി പറ്റില്ല. ഗാഥ ചെയ്യുന്നത് തെറ്റാണെന്ന് എന്തെങ്കിലും ഒരിക്കലും മാഡത്തിന് മനസ്സിലാവും. പിന്നെ എനിക്ക് നിശ്ചയിച്ച കൂലിയും അതിന്റെ അഡ്വാൻസും മേഡം അയച്ചു തന്ന തുക എത്രയും ഇപ്പോഴും എന്റെ അക്കൗണ്ടിൽ പത്രമായിട്ട് കിടപ്പുണ്ട്. അത് ഇന്ന് ഇനി ഞാൻ തിരിച്ചിട്ടേക്കാം. ഞങ്ങള് പാവങ്ങളാ മാഡം. നിങ്ങളുടെ ഈ കെട്ടുകാഴ്ചകളൊന്നും ഞങ്ങൾക്ക് ചേരില്ല. എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ ഞാനിതൊക്കെ സമ്മതിച്ച. പക്ഷെ ഇനിവിടെ നിന്നാല് എന്റെ അമ്മയുടെയും അഭിമാനത്തെ നിങ്ങൾ ചോദ്യം ചെയ്യും. അതിനേക്കാളും നല്ലത് മാന്യതയോടെ എന്റെ അമ്മ മരിക്കുന്നതാ. അന്തസ്സോടെ മരിക്കുന്നത് ചെറിയ കാര്യമൊന്നുമല്ല മാഡം. ഞാൻ ഇറങ്ങുന്നു. കൃഷ്ണ, ഇനി ഒന്നും പറയണ്ട ചേച്ചി. മതിയായിട്ട് തന്നെ ഞാൻ ഇറങ്ങുന്ന. അവള് പോട്ടെ മമ്മി. അവളില്ലെങ്കിൽ എന്താ നമുക്ക് ജീവിക്കാൻ പറ്റില്ലേ?